ചിന്നക്കനാലിലെ റിസോർട്ട് ഇടപാടിൽ വിജിലൻസ് രജിസ്റ്റർ ചെയ്ത കേസിൽ മാത്യു കുഴൽനാടൻ എംഎൽഎയുടെ മൊഴി രേഖപ്പെടുത്തും. ഇന്ന് ഹാജരാവാൻ ആവശ്യപ്പെട്ട് മാത്യു കുഴൽനാടന് വിജിലൻസ് നോട്ടീസ് നൽകിയിരുന്നു. അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾക്കെതിരെ പ്രതികരിച്ചതിന് ശേഷമാണ് തനിക്കെതിരെ ഇത്തരം ഒരു നടപടിയെന്നാണ് മാത്യു കുഴൽനാടന്റെ പ്രതികരണം. ഇപ്പോൾ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി അനീഷ് പി എ ചേരുന്നു. അനീഷ്, മാത്യു കുഴൽനാടൻ ഹാജരായിട്ടുണ്ടോ? എന്തൊക്കെയാണ് ഈ ഒരു മണിക്കൂറിൽ നൽകാൻ കഴിയുന്ന വിശദാംശങ്ങൾ? ഇന്ന് രാവിലെ 11 മണിക്ക് ഹാജരാകുമെന്നായിരുന്നു മുമ്പ് അറിയിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ 12 മണിയോട് കൂടി അദ്ദേഹം ഹാജരാകുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. എന്താണെങ്കിലും മാധ്യമപ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരും അടക്കമുള്ളവര് മുട്ടത്തെ ഈ വിജിലൻസ് ഓഫീസിന് മുമ്പിലായിട്ട് ഇപ്പോൾ കൂട്ടം കൂടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ ചിന്നക്കനാൽ റിസോർട്ട് രജിസ്ട്രേഷനിൽ നികുതി വെട്ടിപ്പ് നടത്തിയ പരാതിയിൽ പ്രാഥമിക അന്വേഷണത്തിന്റെ ഭാഗമായാണ് വിജിലൻസ് ഇപ്പോൾ ഈ മൊഴിയെടുക്കുന്നതെന്നാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. ആദ്യമായാണ് കേസിൽ മാത്യു കുഴൽനാടന്റെ മൊഴിയെടുക്കുവാൻ വേണ്ടി നോട്ടീസ് നൽകുന്നത്. ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു നോട്ടീസ് നൽകിയത്. മുട്ടത്തെ വിജിലൻസ് ഓഫീസിൽ ഹാജരാവാനാണ് നോട്ടീസിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. CPIM എറണാകുളം ജില്ലാ സെക്രട്ടറി CN മോഹനാണ് കേസിലെ പരാതിക്കാരൻ. ഇടുക്കിയിലെ ചിന്നക്കനാലിൽ 6 കോടിയിലധികം രൂപ വിലമതിക്കുന്ന ഭൂമിയും റിസോർട്ടും മാത്യു കുഴൽനാടൻ ബിനാമി ഇടപാടിലൂടെ സ്വന്തമാക്കിയത് നികുതി വെട്ടിപ്പ് നടത്തിയാണെന്നായിരുന്നു പരാതി ഉണ്ടായിരുന്നത്. സത്യവാങ്മൂലത്തിൽ പറഞ്ഞതിനേക്കാൾ ഏതാണ്ട് 30 ഇരട്ടി സ്വത്ത് മാത്യു നേടിയിട്ടുണ്ടെന്ന് CN മോഹനൻ ആരോപിച്ചിരുന്നു. 1964 ചട്ടപ്രകാരം ചിന്നക്കനാലിലെ ഭൂമിയിൽ കൃഷിക്കും വീട് നിർമ്മിക്കുവാനും മാത്രമേ അനുമതിയുള്ളൂ. എന്നാൽ ഇറ്റോണോ കപ്പിത്താൻസ് ഡേൽ എന്ന പേരിൽ റിസോർട്ട് നടത്തുകയാണ് മാത്യു കുഴൽനാടൻ ചെയ്തതെന്നും ഇദ്ദേഹം പരാതിയിൽ ഉന്നയിച്ചിട്ടുണ്ട്. 2021 മാർച്ച് 18 ആധാരം ചെയ്ത് വാങ്ങിയ വസ്തുവിന്റെ വിലയായി ആധാരത്തിൽ കാണിച്ചിരുന്നത് 1,92,60,000 രൂപയാണ്. തൊട്ടടുത്ത ദിവസം നാമനിർദ്ദേശ പത്രികയോടൊപ്പം നൽകിയ സത്യവാങ്മൂലത്തിൽ കാണിച്ചിരിക്കുന്നത് 3.5 കോടി രൂപയും. മാത്യുവിന്റെ 50% ഷെയറിന്റെ വിലയാണെന്നിരിക്കെ വസ്തുവിനും റിസോർട്ടിനും ആകെ വില 7 കോടിയാണ്. ആ തുകയ്ക്ക് രജിസ്ട്രേഷന് മുമ്പ് ഡ്യൂട്ടിയും അടച്ചില്ലെന്നും മോഹനൻ ഈ പരാതിയിൽ ആരോപിക്കുന്നുണ്ട്. എന്താണെങ്കിലും വളരെ വലിയൊരു വിവാദങ്ങൾക്കൊക്കെ ശേഷമാണ് ഇപ്പോൾ വിജിലൻസ് ഓഫീസിൽ നേരിട്ട് വിളിച്ചു വരുത്തി മൊഴിയെടുക്കുന്ന നടപടികളിലേക്ക് വിജിലൻസ് സംഘം കടന്നിരിക്കുന്നത്. ഇതിനോട് മാത്യു കുഴൽനാടൻ പ്രതികരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്കെതിരെ നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ ആ പരാമർശങ്ങളാണ് ഇത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് കടന്നതെന്നും അതുപോലെ തന്നെ രാഷ്ട്രീയ പാപ്പോക്കലാണ് ഇതിന് പിന്നിലെന്നും ആണ് അദ്ദേഹം പ്രതികരിച്ചത്. അതുപോലെ തന്നെ ഇന്ന് രാവിലെ അദ്ദേഹം അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കുമെന്നും സത്യം മറന്നീക്കി പുറത്തു വരുമെന്നും പ്രതികരിക്കുകയുണ്ടായി. എന്താണെങ്കിലും ഇന്ന് രാവിലെ 11 മണിക്ക് ഹാജരാകുവാനാണ് ഇന്നലെ ഈ നോട്ടീസിൽ അറിയിച്ചിരുന്നതെങ്കിലും 12 മണിയോടുകൂടി മാത്രമേ ഹാജരാകുകയുള്ളൂ എന്നാണ് ഇപ്പൊ മാത്യു കുഴൽനാടന്റെ ഓഫീസിൽ നിന്നും അറിയിച്ചിട്ടുള്ളത്. ഷിബിൻ.